പരിശുദ്ധനായ ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പത്രോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ തുടർമാനമായ പഠനത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. സ്വർഗത്തിൽ നയിച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങൾക്ക് ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ആത്മീക മർമ്മങ്ങൾ, പുതിയ നിയമ സത്യത്തിൻ്റെ ആത്മീക മർമ്മങ്ങൾ, പുതിയ നിയമ സഭയുടെ മർമ്മങ്ങൾ, പുതിയ നിയമ സത്യങ്ങൾ ആര് വെളിപ്പെടുത്തി? സ്വർഗത്തിൽ നയിച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. നോക്കി, ആ വാക്യത്തിൻ്റെ ഗൗരവത്ര വലുതാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഇതൊന്നും വേണ്ട രീതിയിൽ ആരും ഗ്രഹിക്കുന്നില്ല. ഈ മുക്കോ പിടിച്ച് നടന്ന മുക്കോന്മാരായ ചാള പിടിച്ച് നടന്ന ഈ പത്രോസും ഈ യോഹന്നാനും ഈ യാക്കോബും ഈ യൂദയും പൗലൂസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ ഞാൻ സഹോദരന്മാരെ നിങ്ങടുക്കൽ വന്നപ്പോൾ ജ്ഞാനത്തിൻ്റെയോ വചനത്തിൻ്റെയോ വൈഭവം കൂടാതെ നിങ്ങടുക്കൽ വന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ എന്തൊക്കെ അറിയണം? പൗലൂസ് ഈ മുക്കന്മാരുടെ കൂടെ ആഡ് ചെയ്ത് ഞങ്ങൾ 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 എന്നുള്ളത് പദപ്രയോഗം ഈ ലേഖനത്തിൽ ഉടമാനമായിട്ട് കാണാൻ കഴിയും. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷം. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ. റിയൽ സുവിശേഷം സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം പത്രോസിലാണ് ആ സുവിശേഷത്തിൻ്റെ പ്രാരംഭം നമുക്ക് കാണാൻ കഴിയുന്നത്. മർക്കൂസിൻ്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തോടെ എഴുന്നേറ്റ് ശക്തിയോടെ പ്രസംഗിക്കുക. യേശുക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. അവിടെ ശ്രദ്ധിച്ച് പഠിക്കുന്ന ഒരു വിഷയം, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ പിതാവാം ദൈവം ഉയർപ്പിച്ചു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും ഉയർപ്പും, അതാണ് സുവിശേഷം. യേശുക്രിസ്തു ജനിച്ചത് കൊണ്ടായില്ല, യേശുക്രിസ്തു കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടായില്ല. യേശുക്രിസ്തു മരിക്കണം, തിരുവെഴുത്തിൻ പ്രകാരം മരിക്കണം. തിരുവെഴുത്തിൻ പ്രകാരം മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോഴാണ് സുവിശേഷത്തിൻ്റെ ആ പ്രസക്തി ശക്തമായിട്ട് വെളിപ്പെടുന്നത്. ഇതൊരു മർമ്മമാണ്. ദൈവമക്കളെ അത് മനസ്സിലാക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാനത് നിങ്ങളെ വേഗത്തിലൊന്ന് ഗ്രഹിപ്പിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുക. 15-ാം അധ്യായത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. എന്നാൽ സഹോദരന്മാരെ, അതിൻ്റെ ഒന്നോട്ട് അങ്ങ് വായിക്കുക. ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ല എന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം, രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുള്ളൂ. അതാകുന്നുണ്ട് സുവിശേഷം. അതാ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലൂസ് പഠിപ്പിക്കുന്നത്. ഇവിടെ അതേ പൗലൂസ് പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ല എന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 15-ന്റെ 1, 2, 3 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, പിന്നെ കേഫാവിനും 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിപ്പിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. ഇത് പറഞ്ഞു വന്നിട്ടാണ് തനിക്ക് പ്രത്യക്ഷനായ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഒടുവിൽ അകാലപ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി. അകാലപ്രജ, ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, ഞാൻ പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു ചാവിള്ള പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഇന്നത്തെ സുവിശേഷകന്മാരെല്ലാം റവറൻഡും ഡോക്ടറും പിന്നെ വലിയ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുമ്പോൾ പൗലൂസ് പറയുന്നു, ഞാനാകുന്നത് കൃപയാൽ. ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, ബഹുമാനപ്പെട്ട വിശ്വാസികളെ, ഈ ചാവിള്ളയെ പോലെ നമ്മളും ആയിത്തീരുന്നില്ലെങ്കിൽ ഒരു ചുക്ക് നടക്കാൻ പോണില്ല ഇവിടെ. ഞാനാകുന്നത് കൃപയാണെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ദൈവവചനം എടുത്ത് പ്രസംഗിക്കാത്തോളം കാലം ഒരു ചുക്കും നമ്മുടെ ഇടയിൽ നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ റവറൻ്റ് പട്ടമെല്ലാം ഡോക്ടർ പട്ടമെല്ലാം ആനയുടെ പട്ടം നെറ്റിപ്പട്ടം അഴിച്ചു വയ്ക്കുന്ന പോലെ അഴിച്ചു വയ്ക്കണം.
താണിറങ്ങണം, താഴേക്ക് ഇറങ്ങണം. നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ്, നമ്മുടെ പ്രാപ്തി ഒരു ചുക്കുമല്ലെന്ന് മനസ്സിലായിക്കോ. എൻ്റെ കർത്താവ് പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ അതുണ്ടെന്നാണ് എൻ്റെ ചിന്ത. ക്രിസ്തുവിൻ്റെ സുവിശേഷം, ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. വാക്ചാതുര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കുന്നവർ ചിന്തിച്ചു കൊള്ളണം, ക്രൂശ് വ്യർത്ഥമായി പോകും. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി. നമ്മൾ ആ വചനം എടുത്തങ്ങ് പറഞ്ഞേച്ചാൽ മതി. നമ്മുടെ അക്ഷരസ്ഫുടതയോ നമ്മുടെ പ്രാസങ്ങളോ നമ്മുടെ അറിവുകളോ നമ്മുടെ കഴിവുകളോ നമ്മുടെ പ്രാപ്തിയോ, അതാ പത്രോസ് പറയുന്നത്, ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഞങ്ങളുടെ അറിവ് കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഈ മരിച്ചവനെ അല്ല ഈ ഉടന്തനെ സൗഖ്യമാക്കിയെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ ശക്തി ബുദ്ധിയൊന്നും അതിലില്ല. ദൈവം അവന് സൗഖ്യം കൊടുത്തു. ഈ നിലവാരത്തിലേക്ക് നമ്മൾ താണിറങ്ങി വരണം. ഞാൻ പ്രവാചകൻ, ഞാൻ രോഗശാന്തി ശുശ്രൂഷകൻ, ഞാൻ ഭൂതശാന്തി ശുശ്രൂഷകൻ എന്നുള്ള നെറ്റിപ്പട്ടങ്ങളൊക്കെ അഴിച്ച് തറയെ വെച്ചിട്ട് നിർമ്മലമായ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് ശുശ്രൂഷകന്മാർ ഒരുങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് സുവിശേഷകന്മാർ ഇത്ര അഹങ്കാരികളായിപ്പോയി? എന്തുകൊണ്ട് സുവിശേഷകന്മാർ ഒരു മയമില്ലാത്തവരായി മാറി? ഇത്ര രൂപ തന്നാലേ ഞാൻ പ്രസംഗിക്കുമെന്ന് പറയത്തക്ക നിലയിൽ ഇവരെന്തുകൊണ്ട് അഹങ്കരിക്കേണ്ടി വന്നു? അതെ, ഒരു ചാവിള്ളയെ പോലെ ഇവരാകുന്നില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ ഒരു ചാവിള്ളയാണ്. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലനിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിനും യോഗ്യനല്ല. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. എല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചു. അത്യന്തം അധ്വാനിച്ചെന്ന്, എല്ലാവരെക്കാളും കൂടുതൽ അധ്വാനിച്ചു. എന്നിട്ട് അടുത്ത് പറയുന്ന പദം കൂടി കേട്ടോ, എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. ഈ വചന വെളിപ്പാടിലേക്ക് ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ വരാത്തിടത്തോളം കാലം ഒരു ഗുണവും ഇല്ല. കഞ്ഞി കുടിച്ച് പോവാം. ഇതിപ്പോൾ നടക്കുന്നുണ്ടല്ലോ. എയർപോർട്ടിൽ വന്നിറങ്ങിയ സഹോദരന്മാർ പാഞ്ഞു വരിക, വണ്ടിയിൽ കൊണ്ടുപോകാം പാസ്റ്ററെ. എന്ത് കിട്ടിയിട്ടാണാവോ എനിക്കറിയില്ല. ദൈവവചനം, നിർമ്മലമായ ദൈവവചനം പ്രസംഗിക്കുന്നവൻ വന്നു കഴിഞ്ഞാൽ ഒരു നിൽക്കലും കാണില്ല. ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി വേണമെങ്കിൽ പോരാൻ. ഇന്നാൾ സഹോദരൻ പറയണ്ടായി, ഒരു ഊതി വീഴ്ത്തുന്ന ഒരു പ്രഗത്ഭനായ വ്യക്തി എയർപോർട്ടിൽ വന്നപ്പം 4 ആംഗിളിലാണ് സഹോദരന്മാരെ പുള്ളിയെ കൊണ്ടുപോകാൻ വന്നത്. നിർമ്മലമായ ദൈവവചനം പ്രസംഗിക്കുന്നവൻ വന്നാൽ അവൻ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി വേണം പോരാൻ. അത് മതിയെന്ന്. എന്തിനാ ഈ കാറും ഈ ആൾക്കാരുടെ ഇതൊക്കെ? എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തിയാൽ പോരെ? ഹല്ലേലൂയ. നമ്മുടെ കാറിൻ്റെ മഹത്വം ആരെ കാണിക്കാനാ? ചിലതൊക്കെ ഈ മൊബൈലിൽ ഈ കാർ, അവർ വാങ്ങിയ കാറൊക്കെ എടുത്തിടുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് സൂഹിക്കുന്നില്ല. ചിലരൊക്കെ എടുത്തിടാറുണ്ട്. ഒരു കർത്താവ് ഒരു പുതിയ വാഹനം തന്നു, ദൈവം കൃപ തന്നെന്ന് പറഞ്ഞാൽ ഇനി വിശ്വസിക്കാം. ഈ വാഹനം തന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവനവൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്കനുസരിച്ച്. അപ്പോൾ കാറില്ലാത്തവരെല്ലാം കർത്താവിൽ നിന്നൊന്നും കിട്ടാത്തവരാണ്. എന്ത് പോഷത്വമായി പറയണേ? എത്രയോ ശുശ്രൂഷകന്മാർ കാറും ബൈക്കും ഇല്ലാത്തവരുണ്ട്. ട്രെയിനിലും ബസ്സിലും ഒക്കെ പോകുന്ന എൻ്റെ സ്നേഹിതന്മാരുണ്ടല്ലോ, നല്ല നിർമ്മലമായ ദൈവജനം പ്രസംഗിക്കുന്നവർ. അപ്പോൾ അവരൊന്നും പാസ്റ്റർമാരല്ലേ? 6 മാസം കൂടുമ്പോൾ 2 വർഷം കൂടുമ്പോൾ കാറ് മാറ്റുന്ന പാസ്റ്റർമാരുണ്ട്. ഡോക്ടർ മുരളീധരൻ പറഞ്ഞ ഉദാഹരണം ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. 2 വർഷം കൂടുമ്പോൾ കാറ് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡ്രസ്സ് മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് പറയണ്ട. ബോംബെയിൽ നിന്ന് ഒരു അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ രാവിലെ ഇട്ട പാൻറ് ഷർട്ടും ഇവന്മാർ ഉച്ചയ്ക്ക് ശേഷം ഇടത്തില്ല, ഉച്ചയ്ക്ക് ശേഷം ഇട്ടത് ഇവന്മാർ വൈകുന്നേരം ഇടത്തില്ല. ഞാൻ ചോദിച്ചത്, എന്താ പാരീസ് വെച്ചായ? പാരീസ് ലണ്ടനോ? അപ്പോസ്തലന്മാരുടെ ബയോഡാറ്റ 1 കൊരിന്ത്യർ 4:11-12 ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് നല്ലതാണ്. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെ സകലത്തിൻ്റെ അഴുക്കായി തീർന്നിരിക്കുന്നു. ആദ്യമേ ശിഷ്യന്മാർ ചെല്ലുന്നിടത്ത് അവർക്ക് കസേരയൊന്നും കിട്ടത്തില്ല, അവർക്ക് കിട്ടും നല്ല ചുട്ട അടി. നമുക്ക് കസേരയൊക്കെ വലിച്ചിട്ട് തരുന്നില്ല. അയ്യോ പാസ്റ്റർ വന്നു,
പാസ്റ്റർ ഒരു ദൈവം വന്ന പോലെയൊക്കെ. വേറൊരു പ്രസ്ഥാനമുണ്ട്, അച്ചായന്മാരെ കാണുമ്പോൾ കർത്താവിന് കൊടുക്കുന്ന ബഹുമാനത്തിൻ്റെ സ്തോത്രം, അവർക്ക് അച്ചായന് കൊടുക്കുന്ന കർത്താവിന് കൊടുക്കുന്ന ബഹുമാനത്തെക്കാൾ വലുതാണ്. ആ അച്ചായന്മാർക്ക് കൊടുക്കുന്ന ബഹുമാനത്തിന്റെ 4/1 കർത്താവിന് കൊടുത്തിരുന്നെങ്കിലോ. ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സുവിശേഷ സത്യങ്ങൾ പങ്കുവെക്കണം. ബുദ്ധിയിലാകരുത്, കഴിവിലാകരുത്, പ്രാപ്തിയിലാകരുത്. നമുക്ക് കുറച്ച് അറിവുണ്ട്, നല്ല കാര്യം. നമുക്ക് നല്ല ജ്ഞാനമുണ്ട്, നല്ല കാര്യം. അത് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. പത്രോസ് എങ്ങനെയാ പ്രസംഗിക്കണമെന്നാണ് പറഞ്ഞേ? ഞാൻ വരാം. ഇതേ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഒരുത്തൻ വചനം പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണമാകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. അപ്പോൾ ഒരുത്തൻ വചനം പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെ. തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്നത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. ഈ ബാംഗ്ലൂരുള്ള സഹോദരങ്ങളോട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, സത്യവചനത്തെ ഇവർ യഥാർത്ഥമായില്ല പ്രസംഗിക്കുക. ഇവർ കൂട്ടിക്കളയുക, കൂട്ടുചേർക്കുക, മറിച്ച് കളയുക. ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി വചനം എടുത്ത് പ്രസംഗിക്കുക, അത് തെറ്റാണ്. ഭൗതിക അനുഗ്രഹം കിട്ടാൻ വേണ്ടി വചനം പ്രസംഗിക്കാൻ എങ്ങും ഒരു വാക്യമില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുന്ന പറയുന്നത്. ആദ്യം നീതി രാജ്യം അന്വേഷിപ്പിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കിട്ടിക്കോളും. കണ്ടെയ്നർ കണക്കിന് കിട്ടത്തില്ല. കേരളക്കരയിൽ കിടക്കുന്ന പല ഭക്തന്മാരും കണ്ടെയ്നർ കണക്കിന് കിട്ടിയവരാരും ഇന്ന് ആത്മീയ ഗോളത്തിലില്ല. പാസ്റ്റർ അവരൊക്കെ പ്രസംഗിക്കുന്ന കേട്ടാൽ മരഞ്ചാഞ്ഞ് വരും. അതെ മരഞ്ചാഞ്ഞ് വരും. ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലേ, പലരും പ്രസംഗിക്കുന്ന ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. ദൈവകൃപയുടെ ഒരു കണിക പോലും അതിലില്ല. സമ്പത്ത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ദൈവകൃപ ചോർന്നുപോയി. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ഏക്കർ കണക്കിന് വാങ്ങിയിട്ടിട്ട് പ്രസംഗിക്കുന്ന ശുശ്രൂഷന്മാരോട് എനിക്ക് അവജ്ഞതയാണുള്ളത്. കാരണം എന്താ? കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ അങ്ങനെ അല്ലെന്നേ. നമ്മളിപ്പോൾ വായിച്ചില്ലേ അവരെ? എന്നെ ദൈവവചനം പ്രസംഗിച്ച ദേവദാസന് 1 സെന്റ് ഭൂമി പോലും ഭൂമിയിലില്ലായിരുന്നു. അതെന്താ? എന്താന്ന് ചോദിച്ചാൽ അങ്ങനെയായിരുന്നു. അവരുള്ളത് വിറ്റ് കർത്താവിന് കൊടുത്തിട്ടാണ് അവർ വേല ചെയ്തത്. ഇതിപ്പോൾ വേല ചെയ്ത് കൂട്ടി വെക്കുക. അച്ഛയ്ക്കും മക്കൾക്കും മക്കളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇവരെന്താ പറയുന്നത്? മറ്റൊരു സുവിശേഷം. ഇവരിൽ എന്താ? മറ്റൊരു ആത്മാവ്. ഇവർ പ്രസന്റ് ചെയ്യുന്നത് മറ്റൊരു ക്രിസ്തുവിനെ. അപകടം മണത്തത് കൊണ്ടായി പറയുന്നത്. ഇവിടെ പത്രോസ് എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചവർ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിലാണ് സുവിശേഷം അറിയിക്കേണ്ടത്. ആൽപ്പശക്തിയാലാണ് സുവിശേഷം അറിയിക്കേണ്ടത്. ആൽപ്പനിറവിലാണ് സുവിശേഷം അറിയിക്കേണ്ടത്. കൃപാവരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, ഇങ്ങനെ പോകുന്നു. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം. അങ്ങനെയാ ശുശ്രൂഷ പോകേണ്ടത്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അത് ശുശ്രൂഷയാന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ മുമ്പ് ഒരു ക്ലിപ്പിലെ കണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണം വ്യക്തമായിട്ട് പുസ്തകം പറയുന്നുണ്ട്. എല്ലാവരും പ്രസംഗിക്കുന്ന പ്രസംഗം സുവിശേഷ പ്രസംഗമല്ല, അധിക പ്രസംഗമാണ്. അതൊക്കെ മാറ്റിക്കോണം. കർത്താവ് വരുമ്പോൾ നമ്മൾ അവിടെ കാണത്തില്ല. അവിടെ ഇന്ന് സഭ മറ്റൊരു സുവിശേഷം, മറ്റൊരു ക്രിസ്തു, മറ്റൊരു ആത്മാവ് എന്നുള്ള നിലയിൽ മാറിക്കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ വിശ്വാസത്യാഗം സംഭവിക്കുന്നത് ചിലരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, യേശുക്രിസ്തു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിൻ്റെ കീഴിൽ പീഡ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസം ത്യജിച്ചു പറയും. അതാണ് വിശ്വാസത്യാഗം. തെറ്റ്. വിശ്വാസത്യാഗം അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ സംഭവിച്ചു. കുസ്ത്യന്തോസ് ചക്രവർത്തി അപ്പോസ്തലന്മാരുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ ആ പ്രമാണത്തിൽ 3.5 നൂറ്റാണ്ട് വരെ നിന്നു എന്നൊക്കെ ചരിത്രം പറയുന്നത്, ജോസഫസ് ചരിത്രം പറയുന്നത്.
ക്രിസ്തുവിൻ്റെ ഏകപുരുഷന് നിർമ്മലയെ അന്വേഷിപ്പാൻ നിങ്ങൾ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. സർപ്പമായ ഉപായത്തിൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുന്നതിന് ഭയപ്പെടുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് സഭ വഷളായി, വിശ്വാസത്യാഗം സംഭവിച്ചു. നൂറ്റാണ്ടുകൾ സഭ അങ്ങനെ മുമ്പോട്ട് പോയി. ആ സമയത്തും ഒരു ചെറിയ ശേഷിപ്പിൻ്റെ ഉള്ളിൽ ഈ വചനം പകർന്നു നൽകി, ആത്മാവിൽ ഈ വചനം കൊടുത്ത് അവരിലൂടെ ഈ വചനം സ്വത്രം ലോകത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു. അതൊരു ശേഷിപ്പേ ഉണ്ടായുള്ളൂ. ഒരാരും അറിയുന്നില്ല. ഇപ്പം എന്നെയൊക്കെ ആരും അറിയുന്നൊന്നുമില്ല. എനിക്ക് അറിയണമെന്ന് താല്പര്യവുമില്ല. യഥാർത്ഥമായി ദൈവവചനം പ്രസംഗിക്കുന്നവർ ആരും അറിയുന്നില്ല. കർത്താവിൽ പ്രസിദ്ധൻ മരായ പലരും ഇവിടെ കിടക്കുക. ഊതി വീഴ്ത്തുന്നവനും ഒന്ന് ഊതുമ്പോൾ 4 കരണം മറിയുന്നവനും കർത്താവിൽ പ്രസിദ്ധി. എന്ത് പ്രസിദ്ധിയാണോ എനിക്കറിയത്തില്ല. എന്നാൽ ഈ കേരളക്കരയിലുള്ള ഒരു ഉദ്ദേശി ഭയങ്കര മെഗാ മീറ്റിംഗ് നടത്തുന്ന ഉദ്ദേശിയാണ്. പ്രവചനവും അതും ഇതുമൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്ന ആളാണ്. നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരു വലിയ മെഗാ പ്രീച്ചറാണ്. പക്ഷെ ഒരു കറമ്പന് ഉപദേശി ഊതിയപ്പോൾ കൈക്ക് പിടിച്ചപ്പോൾ പിടയ്ക്കുന്നു. 4 കരണം, 4 16 കരണം മറിഞ്ഞു പുള്ളി കിടന്ന് പിടയ്ക്കുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു. ഈ പിടയ്ക്കുന്ന വ്യക്തിയാണോ മറ്റുള്ളവരെ ദൈവവചനം കൊണ്ട് പരിപോഷിപ്പിക്കുന്നത്? നമ്മൾ എവിടെ നിൽക്കുന്നു സഹോദരങ്ങളെ? കൾട്ടിൻ്റെ കൾട്ടായി പോയില്ലേ? ഇവിടെ പത്രോസ് എന്താ പറയുന്നത്? 1 പത്രോസ് 4:11 എന്താ പറയുക? ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെ ആയിരിക്കണം. വായി വരുന്ന ചപ്പും ചവറും ഒന്നും വാരി വലിച്ച് പ്രസംഗിക്കരുത്. കാര്യങ്ങളെ തെളിയിക്കാൻ ഉപമയായിട്ടും സാദൃശ്യ പഠനങ്ങളായിട്ടും ഒക്കെ നമ്മൾ കാര്യങ്ങൾ പറയും. അതൊക്കെ ഓക്കെ, നല്ല കാര്യം. പക്ഷേ അതിൽ മീറ്റായ ഭാഗം ദൈവവചനമായിരിക്കണം. എന്തുകൊണ്ട് പാസ്റ്റർ നിങ്ങളങ്ങനെ പറയുന്നു? ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി. ആ വചനത്തിനാണ് ദൈവശക്തി. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. കർത്താവിൽ നിന്ന് പുറപ്പെട്ട വചനത്തിനാണ് ആത്മാവും ജീവനും. മോശ പറഞ്ഞ വചനങ്ങൾക്ക് ആത്മാവും ജീവനുമില്ല. അത് കൊല്ലുന്നതാണ്, അത് ഇരുട്ടിൻ്റെതാണ്, അത് മരണത്തിൻ്റെതാണ്, അത് ശോഭ കുറഞ്ഞതാണെന്നൊക്കെ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം കുത്തിയിരുന്നങ്ങോട്ട് വായിച്ചു പഠിച്ചു. അതിനെടുത്ത് പറയാൻ സമയം മുമ്പിലില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് പരിശുദ്ധാത്മാവിനാൽ, സ്വർഗം നയിച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചവർ നിങ്ങളെ ഗ്രഹിപ്പിച്ചു. അപ്പം നമുക്ക് വല്ലതും ഗ്രഹിക്കാൻ കഴിയണോ? വല്ലതും ഗ്രഹിക്കാൻ കഴിയണോ? ഈ സ്വർഗം നയിച്ച പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിച്ചിരിക്കും പറഞ്ഞ വചനങ്ങൾ, അതിൻ്റെ അർത്ഥം മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം വായിച്ച് പഠിച്ചാൽ വല്ലതും ഗ്രഹിക്കാം. മോചന പ്രമാണം അനുസരിച്ചുള്ള ഒരു ചുക്ക് നടക്കത്തില്ല ഇവിടെ. ന്യായപ്രമാണത്തെ കീഴുള്ളവരോടാ. 3:19 റോമർ. അത് നമ്മളല്ല, അത് യഹൂദ ജാതിയാണ്. നമ്മളും യഹൂദ ജാതിയായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പിന്നെയും പല പ്രാവശ്യം പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്നതാണെന്ന് എഫേസ്യർ 2:1-2-3 വാക്യം വ്യക്തമായി പഠിപ്പിക്കുന്നു. നമ്മെ യേശുക്രിസ്തു വീണ്ടെടുത്തു, ദത്തെടുത്തു, വിലയ്ക്ക് വാങ്ങി, സ്വത്രം തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. മുന്നേ വെച്ചു. അങ്ങനെയാണ് നമ്മൾ ദൈവവിളിയിലേക്ക് വന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വിമോചനമില്ല. പഴയ നിയമത്തിൽ രക്തം കൊണ്ടാണ് സ്വതന്ത്ര വിമോചനം. രക്തം എല്ലാത്തിൻ്റെ മേൽ തളിക്കും. പശുഭസ്മവും രക്തം കൊണ്ടൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നത്, ഈ സോപ്പ് കൊണ്ടൊക്കെ ശുദ്ധീകരിക്കപ്പെടുക. പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ് നമുക്ക് ശുദ്ധീകരണം. ഹല്ലേലൂയ. സ്വർഗം നയിച്ച പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ സുവിശേഷം അറിയിച്ചവർ ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം ദൈവദൂതന്മാർ അത് കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വയോവൃദ്ധൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പുതിയ നിയമ ആരാധന, ആത്മാവിലുള്ള ആരാധന നടക്കുമ്പോൾ ദൂതന്മാർ കുനിഞ്ഞു നോക്കി, ഇതെന്തൊരു കളിയടാന്ന്. സ്വോത്രം. ആത്മാവിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ആത്മാവിൽ നിറഞ്ഞ ദൈവസഭ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൂതന്മാർ കുനിഞ്ഞു, ഇതെന്തൊരു കളിയടാ ഇത്. കാരണം അവിടുത്തെ ആരാധന അങ്ങനെയൊന്നുമില്ല. അവിടുത്തെ ആരാധന എന്താ? നല്ലവനല്ലോ അവൻ്റെ എന്നേക്കുമുള്ളത്, നല്ലവനല്ലോ അവൻ്റെ എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞ് ഇങ്ങനെ അവർ ആടി പ്രാർത്ഥിച്ചങ്ങനെ. അതാണ് അവരുടെ ആരാധന. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ആരാധന പഴയ നിയമം പഠിപ്പിക്കുന്നില്ല. ന്യായപ്രമാണത്തിൽ ചില വ്യവസ്ഥിതികളുണ്ട്, അതൊക്കെ ചെയ്തവർ ആരാധിക്കണം. അതിന് പുരോഹിതം വേണം, തൊപ്പി വേണം,
നടുക്കെട്ട് വേണം, പുകയടി, മണിയടി. ഇന്നിപ്പോൾ ആ മണിയടി മാത്രം നമ്മൾ എടുത്തിരിക്കുക. മണിയടി വല്ലവരെയും മണിയടിച്ച് ശുശ്രൂഷ മണിയടിയായി മാറി. ഇത്ര മണി വേണം, എനിക്ക് ഇത്ര കാശ് വേണം. ഇതൊക്കെ നമ്മൾ വിട്ടുകളയണം. എനിക്ക് ആരോടും വിരോധമില്ല. ഈ കേരളക്കരയിൽ വചനം പ്രസംഗിക്കുന്ന ഒരു പാസ്റ്റർമാരോടും എനിക്ക് വിരോധമില്ല, ശ്രേയക്കുറവില്ല. പക്ഷേ അവർ പറയുന്ന വചനവിരുദ്ധമായ കാര്യങ്ങളോട് വിരോധം ഉണ്ട്. ദൈവവ്യവസ്ഥ വിട്ടുപോയാൽ ദൈവം നമ്മെ വെച്ചേക്കത്തില്ല. ആ ചരിത്രം ആ ലേവ്യ പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നത് 10:1-2-3, 16:1-2-3. എന്താ അതിലെഴുതി വെച്ചേക്കുന്നത്? തങ്ങളോട് കൽപ്പിച്ചിട്ടല്ലാത്ത യാഗാഗ്നി കൊണ്ടുവന്ന് അവിടെ അർപ്പിച്ചു, ചത്തുപോയി. മക്കൾ പോയി കഴിഞ്ഞപ്പോൾ പപ്പയോട് പറയുക, മോശയോട് പറഞ്ഞ് അവനോട് അടുത്ത് എപ്പോഴും കൃപാസനത്തേക്ക് വന്നേക്കല്ലേ. എന്താ കാര്യം? മക്കൾ പോയി, ഇനി നീയും കൂടി തട്ടിപ്പോയാ? ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം വചനത്തിലൂടെ. ഇതിൻ്റെ ആന്തരിക സത്യങ്ങൾ പഠിച്ചെടുക്കണം. കേരളക്കരയിൽ വചനം പ്രസംഗിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം, ആഗോള വ്യാപകമായി വചനം പ്രസംഗിക്കുന്ന ശുശ്രൂഷ വൃന്ദങ്ങളെല്ലാം ഇതിൽ നിന്ന് ഗുണപാഠങ്ങൾ പഠിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഗുണമില്ലാതായി പോകും ശുശ്രൂഷ. പൗലോസ് പറഞ്ഞു, ഓടിയതും അധ്വാനിച്ചതും വൃഥാവായിപ്പോയി. ശുശ്രൂഷ ചെയ്തു, കുറേ അധ്വാനിച്ചു, കാശ് കിട്ടി, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു, MBA പഠിപ്പിച്ചു, ഡോക്ടറാക്കി, നേഴ്സുമാരാക്കി, വിദേശ നന്മകൾ കൊണ്ടുവന്നു, ഇഷ്ടംപോലെ അനുഭവിച്ചു, തിന്നു കുടിച്ചു, അവസാനം നരകാഗ്നിയിലേക്ക് പോയി. എന്ത് പ്രയോജനം? ഇച്ചിരി കട്ടിയാ. എല്ലാവരും പറയുന്നത് കട്ടിയാ, പാസ്റ്റർ തല്ലി കൊല്ലുമെന്ന്. ആ കൊല്ലുന്നവരങ്ങ് പറഞ്ഞേക്കാന്ന്. എന്തായാലും തല്ലിക്കൊല്ലുമെന്നാണ് പറഞ്ഞേക്കുന്നത് എല്ലാവരും. ആ കൊല്ലു ചാകുന്നവരങ്ങ് പറഞ്ഞേക്കാം. നമുക്ക് പ്രത്യേകിച്ച് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ദൈവവചനം പ്രസംഗിച്ച് ഭരിക്കുക. ഞാൻ പുസ്തകം പഠിച്ചു നോക്കിയപ്പോൾ പൗലൂസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയും എല്ലാവരും തല്ലിക്കൊല്ലുമായിരുന്നു. യിരെമ്യാവിനെയൊക്കെ ഇട്ട് തല്ലിയില്ലേ? പഴയ നിയമം വിശുദ്ധിയുടെ പ്രമാണം പ്രസംഗിക്കുന്ന എല്ലാവരും തല്ലിയില്ലേ? പഴയ നിയമത്തിലെ പ്രമാണം നിർമ്മലതയോടെ ദൈവാത്മാവിൽ സംസാരിച്ചു കൊണ്ടിരുന്ന പഴയ നിയമ ഭക്തന്മാരെയൊക്കെ തല്ലിയില്ലേ? യെശയ്യാവിനെ എങ്ങനെ കൊന്നച്ചാ? തടി കഷ്ണത്തോട് ചേർത്ത് വെച്ച് തടി അറുക്കുമ്പോൾ യെശയ്യാവ് എന്ന പ്രവാചകനും അറുത്തു മാറ്റപ്പെട്ടു. കണ്ടില്ലേ? തീർന്നില്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗത്തുനിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ നമുക്കാവശ്യമായ വചനങ്ങൾ തന്നിട്ടുണ്ട്. സ്വർഗരാജ്യം, ദൈവരാജ്യം പ്രാപിച്ചെടുക്കാനുള്ള ഉപദേശങ്ങൾ അവരാണ് നമുക്ക് തരുന്നത്. ആ പ്രമാണത്തെയാണ് പൗലൂസ് 2 തെസ്സലോനി 2:15 ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. തിമോഥെയോസിൻ്റെ ലേഖനം 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക. എന്താ അർത്ഥം? അവിടെ എങ്ങോട്ട് പിടിക്കാൻ വല്ലതും ഉണ്ടോ? വല്ല കച്ചിത്തിരുമ്പുണ്ടോ? അവിടെ ഒന്നുമില്ല. പ്രമാണം മുറുകെ പിടിക്കുക. പ്രമാണം എപ്പോൾ നാം വിടുന്നോ അന്ന് നാം ദൈവസന്നിധിയിൽ ഔട്ട്. ഇത് കേരളക്കരയിൽ കിടുകിട പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പലരും പ്രമാണം മുറുകെ പിടിച്ചിരുന്നവരാണ്. പക്ഷെ അവർ പിടിവിട്ടു. ഇപ്പോൾ അവരുടെ ഭൗതികത്തിലാണ്. തോട്ടങ്ങളും സ്ഥലങ്ങളും ഒക്കെ വാങ്ങി കൂട്ടിയിട്ടിട്ട് കേട്ടത് അങ്ങ് പ്രസംഗിച്ചോളൂ. എന്ത് പ്രസംഗിക്കാൻ? അതിനെ പ്രസംഗിക്കാൻ യോഗ്യന്മാരായവരെ ദൈവം തരുന്നത് ചോദിച്ചാൽ അവർ പ്രസംഗിക്കും. ഞങ്ങൾ പ്രസംഗിച്ചോ, കഞ്ഞി കുടിച്ചോ, 8 കിട്ടറ മേടിച്ചോ. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന വചനത്തിൻ്റെ ഒരു വള്ളിപ്പുള്ളി മാറ്റി പറയാൻ ഒരു മനുഷ്യനെയും ദൈവം അനുവദിക്കുന്നില്ല. അപ്പോൾ ചിലർ പറയാ ഞങ്ങൾ അങ്ങനെയൊക്കെ പ്രസംഗിക്കുമെന്ന്. പ്രസംഗിച്ചോ, കിട്ടറ മേടിച്ചോന്ന്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഞാൻ പഠിച്ചു നോക്കിയിട്ട് പ്രമാണം ലംഘിക്കുന്നവനെയൊക്കെ ദൈവം കണക്കിന് ശിക്ഷിച്ചിട്ടുണ്ട്. ശിക്ഷിച്ചിട്ടില്ലേ? ആ കഥ ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും പറഞ്ഞു തന്നിട്ടില്ലേ? എബ്രായ ലേഖനത്തിൽ നിന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? ന്യായപ്രമാണം അനുസരിക്കാത്തവരെ കർത്താവ് ശിക്ഷിച്ചോ ഇല്ലയോ? സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കര പ്രതീക്ഷയും എതിരാളികളെ ദീപിക്കുവാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. ഇത് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് വരുന്നവരെ പറയും, കേട്ടോണം, അനുസരിച്ചോണം.
അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ ഗതി വേറെ ഗതിയായിരിക്കും. വേറെ ഗതി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അതോ ഗതി. സ്തോത്രം. മോശനായ പ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. മോശന പ്രമാണം അനുസരിക്കാത്തവന് മരണശിക്ഷയാണെന്ന്. എന്നിട്ട് പറയുന്നു, ദൈവപുത്രനെ ചവിട്ടിക്കളയും വിശദീകരിച്ച നിയമരക്തത്തെ മല്ലവെന്നുണ്ടുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. അതുകൊണ്ടാണ് ബാംഗ്ലൂർ സഹോദരന്മാരെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞ് ആൾക്കാരെ അതും ഇതുമൊക്കെ പഠിപ്പിച്ചു വിട്ടാൽ നിന്റെ രക്ഷ നഷ്ടപ്പെടും. അന്ന് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് ആരും ഞങ്ങളെ ഒന്ന് തിരുത്താനില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് തിരുത്തുന്നേ. ജോലിയും കൂലിയും കളഞ്ഞ് വന്ന് തിരുത്തുന്ന അതിനായി ദൈവവചനത്തിൻ്റെ നിർമ്മല സത്യങ്ങൾ തുറന്നു വയ്ക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചവർ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറയുന്ന വചനം കേട്ട് ഗ്രഹിച്ച് പഠിച്ച് അതങ്ങനെ തന്നെ പ്രസംഗിക്കണം. മാറ്റം വരുത്തരുത്. അതിൻ്റെ ആശയത്തിനും അതിൻ്റെ വാക്കുകൾക്കും അതിൻ്റെ പ്രമാണങ്ങൾക്കും ഒരു തരി പോലും വ്യത്യാസം വരുത്തരുത്. അങ്ങനെ വരുത്തിയാൽ ഞാൻ പറയും, നീ നാദാബും അബീഹൂമിൻ്റെ ലിസ്റ്റിൽപ്പെട്ടവനാ. നിന്നെ കൊണ്ട് ഗുണമില്ല. കഞ്ഞി കുടിക്കും, ഗൾഫിൽ പോകാം, അമേരിക്കയിൽ പോകാം, ലണ്ടനിൽ പോകാം, ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്തെടുക്കാം, മക്കളെ പഠിപ്പിച്ച് ധനാഢ്യന്മാരാക്കാം, വലിയ സ്ഥാനമാനങ്ങളിലിരിക്കാം. 1 ലക്ഷവും 2 ലക്ഷവും കോഴ കൊടുത്താൽ ഒരു മാസം 1.5-2 ലക്ഷം രൂപ കിട്ടുന്ന സഭകൾ നിനക്ക് കിട്ടും. അവസാനം നിന്നെ നരകത്തിൽ കാണാൻ പറ്റും. വചനത്തിൻ്റെ ഒരു വള്ളി പുള്ളി മാറ്റാൻ ഒരുത്തനെയും ദൈവം അനുവദിക്കുന്നില്ല. സ്വർഗത്തിൽ നയിച്ച പരിശുദ്ധാത്മാവിനാൽ ഇതുകൂടെ സുവിശേഷം അറിയിച്ച അപ്പോസ്തലന്മാർ പറയുന്ന വചനങ്ങൾ കേട്ടനുസരിച്ചു കൊള്ളുക. അത് പറയാനാണ് എനിക്ക് നിയോഗം. അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ തിരുത്താൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പാസ് പറയുന്നതൊക്കെ തെറ്റാണ്, ഇതൊന്നും ഗുണമില്ലാത്ത കാര്യങ്ങളാണ്. വചനത്തിൽ കൂടി തിരുത്തിക്കോ. ഞാൻ തിരുത്തപ്പെടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ മതിൽ പിടിക്കുന്നൊന്നുമില്ല. എനിക്കെല്ലാം അറിയാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് വരിക. സ്തോത്രം. അതിലേക്ക് ദൈവം മറുകുഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. അടുത്ത പത്രോസ് പറയുന്നത്, ഈ പത്രോസിൻ്റെ ലേഖനത്തിലെ ഓരോ വാക്യങ്ങളും ആ മീൻ പിടിച്ച് നടന്ന യഥാർത്ഥ പത്രോസിൻ്റെ വാക്കുകളല്ലെന്ന് പഠിച്ചോണേ. അവനിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ് അവനിത് പറയുന്നത്. സ്വന്തമായിട്ട് ലേഖനം എഴുതാൻ പോലും അവന് കഴിവില്ലെന്നാണ് നമ്മൾ ഈ ലേഖനത്തിൽ പഠിക്കുന്നത്. ആരാ ലേഖനം എഴുതിയത്? പത്രോസിൻ്റെ ലേഖനം എഴുതിയത് ആരാ? വായിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ? എടുത്ത് വായിക്കേ പത്രോസിൻ്റെ ലേഖനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിലാകുന്നു എന്നും സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സിൽവനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. കൂട്ടു സഹോദരൻ സിൽവനോസിൽ കൂടിയാണ് ഈ ലേഖനം നമുക്ക് കിട്ടുന്നത്. പത്രോസിനൊന്നും അറിയത്തില്ലേ? മനുഷ്യരീതി നോക്കി ഒരു ചുക്കും അറിയത്തില്ല. അറിയാം ഗലീലക്കടലിൻ്റെ ആഴം, നീളം, വീതി അറിയാം. എന്നിട്ട് ഒരു രാത്രി മുഴുവൻ കിടന്ന് വല വീഴ്ചിട്ട് ഒരു വള്ളത്തിൽ പോലും കിട്ടിയില്ല. അപ്പോൾ ദൈവമക്കളെ, നമ്മുടെ അറിവും കഴിവും പ്രാപ്തിയൊക്കെ കൊണ്ട് തോട്ടിക്കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആത്മാവിൻ്റെ നിറവിൽ നമ്മൾ ദൈവവചനം പ്രസംഗിക്കുക. അതാ മനുഷ്യർക്ക് അനുഗ്രഹം. അതാ പത്രോസ് നമുക്ക് മുമ്പിൽ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാൻ 13-ാം വാക്യത്തിലേക്ക്. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. ഒരു വാക്യം എടുത്ത് പഠിച്ചു നോക്കിയേ. എനിക്ക് തോന്നുന്നു 1 പത്രോസിൻ്റെ ഈ ലേഖനം ഒരു 5 ക്ലിപ്പെങ്കിലും കുറഞ്ഞതുണ്ടാവും. 5ഒന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ വിഷയങ്ങളാണ് തൻ്റെ ഈ 2 ലേഖനത്തിൽ താൻ എഴുതി വെച്ചിരിക്കുന്നത്. 2-ാം ലേഖനത്തിൽ ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കും? ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 2000 വർഷം മുമ്പ് ഈ മുഖ്വ സഹോദരൻ പറഞ്ഞു വെച്ചു. എന്ത് സംഭവിക്കും ഭൂമിക്ക്? ഭൂമി തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു.
ഒരു തീഗുണ്ടമാകാൻ പോവുക. നിങ്ങളത് പഠിച്ചാൽ ഈ ഇസ്രയേൽ പലസ്തീൻ യുദ്ധം, ഉക്രൈൻ റഷ്യ യുദ്ധം, ആ യുദ്ധങ്ങളൊക്കെ വലിയ ടി വിയിലൊക്കെ നിങ്ങളിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ ഈ ബോംബ് ചെയ്ത് കഴിയുമ്പോൾ ആ ദേശം തീയോട് കത്തുകയാണ്. കത്തി അമരുക ചെയ്തത്. ഓരോ പട്ടണങ്ങളും ഓരോ ബിൽഡിങ്ങൊക്കെ കത്തി അമരുക ചെയ്തത്. പുകപടലങ്ങളുടെ ഉള്ളിൽ പെട്ടവനൊക്കെ ശ്വാസം മുട്ടിച്ചാവുക. ഇസ്രയേലൊന്നും ഏറ്റില്ലേ പോലും. ഭൂമി തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കും. അപ്പോൾ പത്രോസിൻ്റെ ലേഖനം സുസൂക്ഷ്മം പഠിച്ചോണേ. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുക. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. നമ്മുടെ പ്രത്യാശ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ആയിരിക്കണം. കർത്താവ് എന്ന് വന്നെന്നെ ചേർക്കും, കർത്താവ് എന്ന് വന്നെ ചേർക്കും, കർത്താവ് എന്ന് വന്നെന്നെ ചേർക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യാശയില്ലാത്ത ലോകത്ത് കിടക്കുന്ന മനുഷ്യരെ പോലെ നമ്മളാകരുത്. നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവ് വരുമെന്നും നമ്മളെ ചേർക്കുമെന്നും. നമ്മുടെ ഈ പാപപങ്കിലമായ ഈ ലോകത്തിൽ നിന്ന്, ഈ രോഗമുള്ള ശരീരത്തിൽ നിന്നും കർത്താവ് നമ്മളെ മാറ്റി ഒരു രൂപാന്തര ശരീരം, തേജസ്സിൻ്റെ ശരീരം. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ എന്ത് സന്തോഷമാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വ്യഥകളൊന്നുമില്ലാത്തൊരു ശരീരം നമുക്ക് കിട്ടാൻ പോവുക. വിശ്വസിക്കുന്നവർക്ക് ഇത് കിട്ടും, ഇല്ലാത്തവർക്ക് കിട്ടത്തില്ല. എൻ്റെ വിശ്വാസം, എൻ്റെ പ്രത്യാശ അത് തന്നെയാണ്. കർത്താവ് പറഞ്ഞു നമ്മൾ ദൂതതുല്യന്മാരെ പോകും. ദേവവിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാൻ തെറ്റിപ്പോയി. സ്വർഗരാജ്യത്തിൽ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹം കഴിക്കുന്നില്ല. നിങ്ങളെല്ലാം ദൂതന്മാരെ പോലെയാണ്. അതാ കർത്താവ്. മുസ്ലിങ്ങൾ പറയുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ എന്തോ കുറേ പെണ്ണുങ്ങളെയും കുറേ മദ്യമൊക്കെ കൊടുക്കുമെന്ന്. അതൊക്കെ സാത്താൻ്റെ വചനങ്ങളാണ്. നമ്മളതൊന്നും വിശ്വസിക്കുന്ന പോലുമില്ല. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. അവൻ ഇരിക്കുന്നത് പോലെ നാമം ആകുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ. നിങ്ങളുടെ മനസ്സുറപ്പിക്കണം. ഈ വാക്യവും കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2 കൊരിന്ത്യർ അതുകൂടി നമ്മളൊന്ന് ചേർത്ത് പഠിച്ചാൽ ഒരു വലിയ മർമ്മം നമുക്കിവിടെ പഠിക്കാൻ പറ്റും. ഞാനത് പെട്ടെന്ന് നിങ്ങളോടൊന്ന് പറയട്ടെ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ ഇരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിർമ്മലയെ അന്വേഷിപ്പാൻ നിങ്ങളെ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവായി ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പത്രോസ് പറയുന്നു, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചു കൊണ്ടില്ലെങ്കിൽ എന്തോ സംഭവിക്കും? സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകും. ഇന്ന് ഭൂമി കിടക്കുന്ന വിശ്വാസികളും ശുശ്രൂഷകന്മാരിൽ നല്ലൊരു ശതമാനം അതാണെന്ന് പറഞ്ഞാൽ സത്യം സത്യം സത്യം. ഒരു ശേഷിപ്പുണ്ട് കേട്ടോ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു ശേഷിപ്പുണ്ടായിരുന്നു. ആ ബാലവൃദ്ധം ലോത്തിൻ്റെ വീട്ടിൽ വന്ന ആ പുരുഷന്മാരെ പ്രാപിക്കേണ്ടതിന് ആ ബാലവൃദ്ധം കടന്നു വന്നു. കണ്ട വയസ്സന്മാരും ചെറുപ്പക്കാരും കുട്ടികളും ചെറുപ്പക്കാരും എല്ലാവരും വന്നു അവിടെ. ആ ബാലവൃദ്ധം. അപ്പോഴും ഒരു ശേഷിപ്പുണ്ടായിരുന്നു അവിടെ. അതുപോലെ നിങ്ങൾ പുസ്തകങ്ങൾ പഠിച്ചു നോക്കിക്കോ, എക്കാലത്തും ഒരു ശേഷിപ്പുണ്ടെന്ന് പൗലോസ് പറയാം റോമാലേഖനത്തിൽ. ആ ശേഷിപ്പിൻ്റെ ഉള്ളിലായിക്കോ. രക്ഷപ്പെടണമെങ്കിൽ ആ ശേഷിപ്പിൻ്റെ ഉള്ളിലായിക്കോ. 120 വർഷം പ്രസംഗിച്ച് അവസാനം ഒരു ചെറിയ ശേഷിപ്പായിട്ട് നോഹയുടെ പെട്ടകത്തിൽ നോഹയും ഭാര്യയും മക്കളും ഭാര്യയും കയറിയതുകൊണ്ട് ഒരു ശേഷിപ്പ് രക്ഷപ്പെട്ടു. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ലക്ഷങ്ങളുടെ കണക്ക് പറയുന്ന ഭക്തന്മാരെ ഒരു ശേഷിപ്പാണ് വാഗ്ദത്ത കനാനിൽ കാലുവെച്ചത്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു പാസ്റ്റർ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അവർ പട്ടുപോയി.